അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ പഠിതാക്കളെ, ഇന്ന് നമ്മൾ അറബി വ്യാകരണത്തിലെ 13ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. മുനാദ എന്നാണ് ആ പാഠത്തിൻ്റെ പേര്. മുനാദ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയെയോ വസ്തുവിനെയോ ആണ് സൂചിപ്പിക്കുന്ന നാമം. മുനാദ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ വസ്തു, നാമമായിരിക്കും അതെന്നർത്ഥം. മുനാദ എപ്പോഴും നാമമായിരിക്കും. അതായത് ഒരാളെ നേരിട്ട് അഭിസംബോധന ചെയ്യുമ്പോൾ വരുന്ന നാമം, നേരിട്ട് നമ്മളൊരാളെ വിളിക്കുകയാണ് അപ്പോൾ ഉള്ള നാമാണ് ഇത്. സാധാരണയായി നിദായുടെ അഥവാ വിളിയുടെ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കും. വിളിയുടെ അക്ഷരങ്ങൾ ഏതെല്ലാണ്? നിദായുടെ അക്ഷരങ്ങൾ ഏതെല്ലാണ്? ഏറ്റവും സാധാരണമായിട്ടുള്ള അക്ഷരം, ശുദ്ധ ഖുർആനിലൊക്കെ വന്നിട്ടുള്ള അക്ഷരം യാ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, യാ മുഹമ്മദ്, യാ നൂഹ്, യാ മൂസ, ഇതൊക്കെ യാ വെച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ഹേ എന്നാണ് അർത്ഥം. പിന്നെ അതുകൂടാതെ ആയ ഉണ്ട്, ഹായ ഉണ്ട്, അയ ഉണ്ട്, ആ ഉണ്ട്. അങ്ങനെ 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിൽ ഒന്ന് മാത്രമേ വിശുദ്ധ ഖുർആനിൽ വരുന്നുള്ളൂ, അത് യാ ആണ്. മറ്റതൊക്കെ ക്ലാസിക് അറബി അഥവാ ഗ്രാമറിൻ്റെ പിന്നെ അറബി സാഹിത്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മറ്റുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത് യാ എന്നതിനെ കുറിച്ചാണ്. ഉദാഹരണമായിട്ട് യാ മുഹമ്മദ്, അങ്ങനെ യാ മുഹമ്മദ്, യാ ത്വാലിബ്, യാ ത്വാലിബു, യാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞതാണ്. യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ? ഓ മുഹമ്മദ്. യാ ത്വാലിബു എന്ന് പറഞ്ഞാലോ ഓ വിദ്യാർത്ഥി. മുനാദിയുടെ പ്രധാന വിഭാഗങ്ങൾ അൽ മക്രുദുൽ അൽം, വ്യക്തിനാമം, സാധാരണയായി മബ്നി ആയിരിക്കും. ഉദാഹരണമായിട്ട് യാ സെയ്ദു, യാ മുഹമ്മദു. ഇത് രണ്ടും എന്താണ്? മുനാദിയുടെ വ്യക്തിനാമാണ്. ഒരാളെ വിളിക്കുകയാണ് നമ്മൾ. യാ മുഹമ്മദ്, യാ സെയ്ദ് എന്നൊക്കെ പറഞ്ഞ ആളെ വിളിക്കുന്നതാണ്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ അനിശ്ചിത, നിർദ്ദിഷ്ടമായ അനിശ്ചിതനാമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പേരുണ്ടാവില്ല. യാ റജുൽ, യാ റജുൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആളെ വിളിക്കുമ്പോഴാണ് യാ റജുൽ, പേര് വിളിക്കുന്നില്ല എന്നർത്ഥം. പിന്നെ നിർദ്ദിഷ്ടമല്ലാത്ത അനിശ്ചിതനാമം, അത് മൻസൂബായിരിക്കും. ഉദാഹരണം യാ റജുലുൻ. ആദ്യത്തത് യാ റജുലു ആണ്, ഇത് യാ റജുലാൻ. മുലാഫാണ്, മുലാഫ് എപ്പോഴും മൻസൂബായിരിക്കും. ഉദാഹരണമായിട്ട് യാ അബ്ദുല്ലാഹ്, യാ ത്വാലിബൽ ഇൽം. അപ്പോൾ ഇത് മൻസൂബാണ്. ഉദാഹരണം യാ ഹസന്ന ഖുല്ലക, യാ ത്വാലിബ ജബല്ല. ഖുർആനിലെ ഉദാഹരണങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതേതാണ്? യാ അയ്യുഹല്ലദീന ആമനു, അവിടെ യാ വന്നു. പിന്നെ യാ ആദമു, ആദമേ എന്നുള്ള അർത്ഥത്തിൽ. യാ നൂഹു, നൂഹേ. യാ മൂസ, മൂസേ, മൂസേ. അപ്പോൾ നമുക്കുള്ള പരിശീലനം എന്താണെന്ന് വെച്ചാൽ യാ ഇൻദല്ലാഹ്, മുനാദ കണ്ടെത്താനാണ്. യാ മുഅല്ലിം, യാ ത്വാലിബുൽ ഇൽം, യാ റജുല, യാ അയ്യുഹന്നാസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലുള്ളത്? മുനാദയിലുള്ളത്. ഇനി മുനാദിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയും മുനാദെ കുറിച്ച് പഠിക്കാം. മുനാദ എന്ന് പറഞ്ഞത് നമുക്ക് ഒന്നും പേടിക്കാനൊന്നുമില്ല. യാ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ എന്താണ് പദത്തിനാണ് നമ്മൾ പറയാം മുനാദ എന്ന് പറയാം. യാ അയ്യുഹല്ലദീന ആമനു, യാ കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇതൊക്കെ മുനാദകളാണ്.
അപ്പം അത് പഠിക്കാൻ വളരെ എളുപ്പമാണെന്ന് അർത്ഥം.